അവളെന്താ തയ്ക്കലൊന്നും ഇല്ല അവൾക്ക്? തങ്കം തങ്കം ആ നീ എവിടെ അടുക്കളയിലാ? ഇന്ന് വന്നേ. കൊച്ചെന്തേ? സ്കൂളിൽ പോയി. അവള് വന്നില്ലേ? സ്കൂൾ വിടുന്ന സമയമായോ? ആ സമയമായില്ലല്ലോ അല്ലേ. അതെ, അവള് പരീക്ഷയ്ക്ക് നന്നായിട്ട് മാർക്കൊക്കെ വാങ്ങിക്കുന്നുണ്ടോ? പരീക്ഷ കഴിഞ്ഞിട്ട് എത്ര നാളായി വിചാരിച്ചേ? ഇപ്പഴാ ചോദിക്കണേ. ആ അവളെ നന്നായി പഠിപ്പിക്കണം. ക്ലീറ്റസ് എവിടെ? ആര്? അല്ല അളിയനെ വണ്ടി. ഒരു മിനിറ്റ്. നീ എങ്ങടാ? അല്ല രാത്രിയാണോ പകലാണോ നോക്കാൻ വേണ്ടി പോണതാ. എന്തിനാടാ? ക്ലീറ്റോനെ കൊല്ലാൻ വേണ്ടിട്ടാണോ? ഇതുകൊണ്ടിരിക്കും ഒരു കാര്യം പറയട്ടെ. പറ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഒരു ലോൺ ഉണ്ടായിരുന്നല്ലോ. ഏത് ലോൺ? എൻ്റെ ഒരു പേഴ്സണൽ ലോൺ എടുത്തില്ലേ, ഒരു 2 ലക്ഷത്തിൻ്റെ. അപ്പോൾ അത് അടവൊക്കെ തെറ്റി കിടക്കുക. അയ്യോ, അത് നീ ലോൺ അടയ്ക്കാൻ? ഞാൻ ലോൺ ആദ്യത്തെ 1-2 തവണ അടവ് നടന്നുള്ളൂ. പിന്നെ അപ്പോഴേക്കും ഓരോരോ പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നെ അടച്ചില്ല, അത്രേ ഉള്ളൂ. മോനെ, ലോൺ അടയ്ക്കൽ മാത്രം മുടക്കരുത്, നീ പെട്ടുപോകുള്ളൂ. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ പൈസയൊക്കെ ഒരുപാട് കൂടി വന്നിട്ടേ ഇപ്പോൾ ബാങ്കുകാർ 2-3 പ്രാവശ്യമൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞു, നോട്ടീസ് വെച്ചു. ഇപ്പോൾ ജപ്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പേടിപ്പിക്കുക. ജപ്തിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ പേടിപ്പിക്കുകയാണ് അവർ. അപ്പോൾ നമുക്ക് ആ പൈസ ഒന്നിച്ചിട്ട് അടയ്ക്കാം. എന്ത് ചെയ്യാനായിട്ട് 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നുണ്ടാവും പൈസ? ഞാൻ ജമന്തിയുടെ സ്വർണം ചോദിച്ചു. അപ്പോൾ അവൾ എന്തെങ്കിലും മുഷിപ്പ് പറയുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അവൾ അങ്ങനെ പറയുന്നില്ല. അപ്പം ഏട്ടെന്നാ കൊണ്ടുപോകുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാലും മൊത്തം അടയ്ക്കാനുള്ള പൈസ ആവില്ല. അയ്യോ, പിന്നെ എന്ത് ചെയ്യും? ഒരു 19,000 രൂപയുടെ കുറവും കൂടെ കാണും. 50,000 രൂപയ്ക്ക് വേണ്ടി എവിടെ കൂടാനി? അതെ, അതന്നെയാണ് ഇപ്പം ഞാനും ആലോചിക്കുന്നത്. എൻ്റെ കയ്യിൽ എന്തുണ്ടായിട്ടാണ്? അല്ലെങ്കിൽ ഞാൻ തന്നേനെ. അപ്പോൾ അമ്മയെ പറഞ്ഞത് ക്ലീറ്റോ എന്ത് ചെയ്ത്? അയ്യോ, ക്ലീറ്റോ ഒന്നും ചെയ്തില്ല. ക്ലീറ്റോ നിന്റെ ഈ മാല പണയത്തിന് എടുത്തല്ലോ. ഈ കാര്യം ഞാൻ മറന്നുപോയടാ. അല്ല വേണ്ട വേണ്ട, അത് വെച്ചോ. അപ്പം ഒരു കുഴപ്പമില്ല, നീ ഇത് കൊണ്ടുപോയി നിന്റെ കാര്യം നടത്ത്. ഞാൻ വേറെ ഏതെങ്കിലും കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ മതിയടി, ഇല്ലെങ്കിൽ എടുക്കും. വേണ്ട, ഇതിപ്പോ ഞാൻ കഴുത്തേലിട്ട് നടക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, ക്ലീറ്റോ കൊണ്ടുവന്ന് പണയം വെക്കൂട്ടാ, നീ കൊണ്ടുവന്ന് വെച്ചോ. എന്നാലും അവനോടൊന്നും ചോദിക്കാതെ. ക്ലീറ്റോനോട് ഞാൻ പറഞ്ഞാ പോരെ, ഇങ്ങനെ ഒരു ആവശ്യം ആകുമ്പോഴത്തേനും ക്ലീറ്റോ ഒന്നും പറയില്ല. നീ കൊണ്ടുവന്ന് വെക്ക് കനകം. ജപ്തി എങ്ങാനും വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ മോനെ. എന്താടാ ഇത്, നീ ഇങ്ങനെ വളഞ്ഞു മൂക്കെ പിടിക്കേണ്ട കാര്യമുണ്ട്, എന്നോട് പറഞ്ഞാ പോരെ. ഞാൻ ശമ്പളം കിട്ടുമ്പോൾ ആദ്യം ഇതെടുത്ത് തരാട്ടാ. വേണ്ട, എനിക്കിപ്പോ തന്നെ വേണം. അല്ല എന്നിട്ട് ഞാൻ മറ്റേ എടുത്തു കൊടുക്കും. ഞാനിത് ചോദിച്ചോ നിന്നോട്? ചായ വേണോ? എവിടെ ആ മാലയ്ക്ക് കഴുത്തേ കിടക്കാനുള്ള യോഗം ഇല്ലാന്ന് തോന്നുന്നു. പാവം. അല്ലേ, ഇവന് ഈ ലോൺ അടയ്ക്കാൻ പറ്റണില്ല. ഇപ്പൊ ലോൺ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഈ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് വെച്ച് പണയം വെച്ചത്. അപ്പൊ എങ്ങനെയാണെങ്കിൽ നേരത്തെ അതങ്ങ് ചെയ്തായിരുന്നെങ്കിൽ ഈ പലിശ മുഴുവൻ കൊടുക്കേണ്ടി വരുമായിരുന്നോ? എന്റെ പൊന്ന് നാത്തൂനെ, ഇപ്പൊ നോട്ടീസ് വന്നതുകൊണ്ട് ഇവിടെ എല്ലാവരും അറിഞ്ഞു, അല്ലെങ്കിൽ ആരും അറിയാനും പോണില്ല. അതെന്താ അറിയാത്തത്? നിനക്കെന്താ പിന്നെ ഇവിടെ പണി? പിന്നെ അവളങ്ങോട്ട് ചോദിക്കാത്ത കാര്യമല്ലയോ അവനെല്ലാം അങ്ങ് പറയാൻ വേണ്ടി. എനിക്ക് തന്നെ അവന്റെ മുഖം കാണുമ്പോൾ പേടിയാ. ചാടിത്തുള്ളല്. ദൈവമേ, ആങ്ങളക്കും പെങ്ങൾക്കും എന്റെ മെച്ചിട്ട് കയറാനേ ഉള്ളൂ. അല്ല എന്റെ പൊന്നോ, ഞാൻ വെറുതെ പറഞ്ഞതാ. ക്ലീറ്റസിന്റെ അടുത്ത് നീ പറഞ്ഞായിരുന്നാ? പറഞ്ഞില്ലേ? ദൈവമേ, ഇനി കനകനെ എടുത്തോണ്ട് എന്തൊരു ചാടിത്തുള്ളല് കാണിക്കുന്നെന്ന് എനിക്കറിഞ്ഞു. കനകനായതുകൊണ്ട് ക്ലീറ്റോ ദേഷ്യപ്പെടും, അതുറപ്പാ. അതിനിങ്ങനെ ആദ്യം പിടിക്കണതിനാ ഞാൻ പറഞ്ഞ കേട്ടോളും. ക്ലീറ്റോ ശമ്പളം കിട്ടിയ ഉടനെ തിരിച്ചെടുത്ത് തരുമെന്ന് പറഞ്ഞേക്കണേ. അവൻ എന്നോട് പറഞ്ഞു, ഞാനത് പറഞ്ഞോളാന്ന്. നിങ്ങൾ എന്നെയും കൂടി പേടിപ്പിക്കണ എന്തിനായിരിക്കോ? അടിച്ചു വാരണ്ട് ജമന്തി നീ. അല്ല ഞാനിപ്പോ എന്തിനാ അടിച്ചു വരിക? കാറ്റ് വന്നിട്ട് ഒക്കെ കൂടി തിരിച്ചു വരാനാണ്. അത് അവിടെ ഒരു ചായ ഇട്ടുണ്ടോ? അപ്പൊ ഇത് അടിക്കോ? എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അതിനല്ലേ മരുമോള്. കണ്ടോ എന്നോട് പോരെടുക്കണേ. നീ ചുമ്മാ അപ്പൊ അത് മതിയോ? മാറ്റിയോ? എന്താ
എന്താണ് എല്ലാരും കൂടി ഒരു കൂടിയാലോചന? എന്ത് കൂടിയാലോചന? അല്ല എന്റെ വല്ല കുറ്റവും കുറവും കണ്ടുപിടിക്കുകയായിരിക്കും. അതെന്താടാ നീ അങ്ങനെ പറയുന്നത്? നിന്റെ കുറ്റവും കുറവ് ഇവിടെ ആരാ പറയുന്നത്? എന്തായിരിക്കും? കാരണം അങ്ങനെയൊക്കെ ആണല്ലോ ഇവിടുത്തെ വാ, ഇവിടെ കാര്യങ്ങള്. ഇരിക്ക്, വായിച്ചാല് ഓ, ഇല്ല ഇല്ല ഇല്ല. പിന്നെ അമ്മയുടെ മോനെടുത്തൊരു കാര്യം പ്രത്യേകം പറഞ്ഞോണം. ഇങ്ങനെയാണ് അവൻ പണിയെടുക്കണമെങ്കിൽ വൈകാതെ അവൻ അട്ടപ്പാടിയുടെ പോസ്റ്റിന്റെ വണ്ടിയിൽ ഇരിക്കേണ്ടി വരും. എന്താടാ ഓരോ ആൾക്കാർക്ക് ഒരു വകയും ചെയ്തു കൊടുക്കണില്ലെന്നേ. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ എന്തോരം പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ അവനെ പറ്റി? എന്റെ പൊന്നു മോളെ, അവനോട് മര്യാദക്ക് നോക്കിയും കണ്ടും ജോലി ചെയ്യാൻ പറ. അവരുടെ പാർട്ടിക്കാർ വിചാരിച്ച എന്തും നടക്കും. അതെ അതെ. പിന്നെ ഇപ്പൊ അവനെ സ്ഥലം മാറ്റാത്തതിന്റെ ഒരു കാരണം തന്നെ ക്ലീറ്റസിന്റെ അളിയൻ എന്നുള്ളൊരു പരിഗണനയില്ല. ആ ഇല്ലല്ല. അല്ല ജമന്തി എന്ത് ഒരു സന്തോഷക്കുറവ്? ഉടനെ സ്ഥലം മാറ്റമൊന്നുമില്ല. ക്ലീറ്റോ അതൊന്നും അല്ല. പിന്നെ നമ്മുടെ കനകന് ഒരു ലോൺ ഉണ്ടായിരുന്നില്ലേ, ഒരു 2 ലക്ഷം രൂപയുടെ. ആ ചെറുക്കൻ അതൊന്നും അടയ്ക്കാറില്ല എന്ന്. ഇപ്പൊ ഇതേ പലിശയുടെ പലിശയൊക്കെ ആയിട്ട് ജപ്തി നോട്ടീസ് വന്ന് എടുപ്പാ. ഈ കിട്ടുന്ന ശമ്പളവും കൈക്കൂലിയൊക്കെ എന്ത് ചെയ്യണം? പിന്നെ ഇപ്പൊ എന്തുവായി? എന്ത് ചെയ്യാനാ, എല്ലാത്തിന്റെയും മാലയും വളയൊക്കെ ഊരിക്കൊണ്ട് പോയിട്ട് പണയം വെക്കാൻ പോയിട്ടുണ്ട്. ഞാൻ എന്റെ മാലയും കൊടുത്തു. ഏട്ടൻ പെട്ടെന്ന് എടുത്തു തരും. തങ്ങോന്ന് വന്നേ. എന്തിനാ ഇവിടെ ഇച്ചിരി ഇരുന്നിട്ടോ? ഞാനിപ്പോ വന്നേ ഉള്ളൂന്നേ. നിന്നോട് വന്നേ, എനിക്കൊരു ചായ വേണം. ചായ ഞാനിടാം. ചായ അവളിട്ട് തരാന്ന്. ചായ കുടിച്ചിട്ട് പോവാ. നീ ഇങ്ങോട്ട് വന്നേ. വാ ഇങ്ങോട്ട്. ക്ലീറ്റോ നീ ഇങ്ങോട്ട് വന്നേ. നമ്മള് വിചാരിച്ച പോലെ കുഴപ്പമൊന്നും ഇല്ലല്ലേ? അവൻ പാവോടി. ഞാനും അങ്ങ് പേടിച്ചു പോയി സത്യം പറഞ്ഞ. ഞാൻ വിചാരിച്ച അങ്ങ് ഒച്ച വെച്ച് കളയൊന്നു. എന്താണ് നിന്റെ ഉദ്ദേശം? എന്ത് ചായ തരാ? ചായ നിന്റെ മാല എന്തിനാടി അവന് പണയം വെക്കാൻ കൊടുത്താൽ? ആർക്ക്? കനകനല്ലേ? കനകനല്ലേ? എടി ഇതിനാണോ നീ കാലത്ത് എന്നെ ഒരു മെനക്കെടുത്തിട്ട് അത് എടുപ്പിച്ചത്? ഒരു സമാധാനം തരാതെ ഞാൻ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പണയം എടുത്തതിനാണോടി? നിങ്ങളെന്താ മനുഷ്യനെ കാണാത്ത പോലെ വർത്താനം പറയണേ? മനുഷ്യനെ കാണാത്ത പോലെ. എടി ഞാൻ നിന്റെ ആരാ? ഞാൻ പുറത്തുനിന്ന് ആർക്കും അല്ല കൊടുത്തത്. നിങ്ങൾ എന്റെ ഭർത്താവൊക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ കൊടുത്തത് എന്റെ ആങ്ങളൊക്കെയാ. അതിന് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാ? ഓ, അപ്പൊ ഭർത്താവിനെക്കാളും നിനക്ക് വലുത് അവനാണല്ലോടി? ഭർത്താവിനെക്കാളും വലുതാന്നല്ല. അവൻ എന്റെ മുമ്പിൽ നിന്ന് വിഷമിക്കുമ്പോ എനിക്കൊന്ന് കണ്ടെടുക്കാൻ പറ്റുമോ? ഓ, ഞാൻ വിഷമിക്കുമ്പോ നിനക്കില്ലല്ലോ ആ വിഷമൊന്നും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം? നിസ്സാര കാര്യമല്ല ഇത്. വീട് ജപ്തി ചെയ്യണ കേസാട്ടോ. വീട് ജപ്തി ചെയ്യണ അവന്റെ വീട്ടിൽ അത് ജപ്തി ചെയ്തുകൊണ്ട് പോട്ട്. നിങ്ങൾ അങ്ങോട്ട് പോവാന്നിട്ട് അവന്റെ വീടല്ലേ ഇതും കൂടി ജപ്തി ചെയ്യും. ഇതിനെക്കാളും ജപ്തി ചെയ്യണായിരുന്നു നല്ലത്. എന്താ നിങ്ങളുടെ ഞാൻ പ്രശ്നം? ഒരു കാര്യം പറയാം, മര്യാദയ്ക്ക് ആ മാല എനിക്ക് ഇവിടെ തിരിച്ചു കിട്ടണം. പിന്നെ അതുകൊണ്ടൊന്ന് പണയം വെക്കാൻ പോയത് ഞാൻ ഇവിടെ നിർത്തിട്ട് വരാനാ? തങ്കം, നീ കളിക്കരുത്. വിളിക്കവനെ. വിളിച്ചിട്ട് അവനോട് മാല എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവരാൻ പറയണം. വിളിക്കും. അയ്യേ, ഞാനൊന്നും വിളിക്കൂല. പോടുന്നത് വിളിക്കാനാണ് പറഞ്ഞത്. ഞാൻ വിളിക്കൂല എന്ന് പറഞ്ഞാൽ വിളിക്കൂല. വിളിക്കില്ല. അവൻ അതൊരു കാര്യം കാണാൻ വേണ്ടി കൊണ്ടുപോയതാ. ഞാൻ വിളിച്ചോളാം, എന്റെ ആവശ്യമാണല്ലോ. ചുമ്മാ കടി ക്ലീറ്റ വെറുതെ. തങ്കം കളിക്കരുത്. ഓ, പിന്നെ അവൻ ഇച്ചിരി വിഷമിച്ചോട്ടെ. ഓ, അവൻ പരിധിക്ക് പുറത്താന്ന്. എന്താ നിങ്ങൾ ഇവിടെ ഒന്ന് സമാധാനപ്പെട്ടിരിക്കുക? നിനക്കങ്ങനെ സമാധാനമായിട്ട് അല്ല, ലോകത്ത് ആരും പണയൊന്നും വെച്ചിട്ടില്ലേ? നിങ്ങൾ മാത്രമുള്ള അവർ കേൾക്കും ദൈവമേ. ഓ, പിന്നെ അവര് കേൾക്കുന്നതാണ് നിനക്ക് പ്രശ്നം അല്ലേ? കെട്ടിയവനടുത്ത് ചോദിക്കാതെ മുതലെടുത്ത് കഷ്ടപ്പെടണം. ഞാൻ കഷ്ടപ്പെട്ടവരും ഇതും കൂടെ ഉള്ളതല്ലേ അതില്? എന്നോട് വാക്ക് ചോദിക്കാമല്ലോ. നിങ്ങളുടെ മാത്രം കാശ് കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ലോ, എന്റെയും കൂടി ഞാനും കൂടി പണിയെടുത്ത കാശ്. നീ എന്നെ പൊട്ടിച്ച് രണ്ടാക്കിയിട്ട് പകുതി കൊടുക്കാത്തടി. പൊയ്ക്കാൻ നിങ്ങൾ അങ്ങോട്ട്. അവനതൊരു കാര്യം കാണാൻ വേണ്ടി കൊണ്ടുപോയത്, നിങ്ങളെ പോലെ പുട്ടടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സാധനം ഒന്നും ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കും. അന്ന് അവസാനിക്കുന്നതായിരിക്കും നല്ലത്. അവൻ അത് കൊണ്ടുപോയി പണയം വെക്കാൻ കൊണ്ടുപോയത് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളോട്? അങ്ങനെ പണയം വെച്ചാൽ നാളെ ഞാൻ ഒരു ആവശ്യത്തിന് പണയം വെക്കാൻ വെച്ചിരുന്നത്. ഇത് ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടൊന്ന് പണയം വെക്കാൻ വരുമ്പോ കൊണ്ടുപോയി പണയം വെച്ചോടാന്ന് ഞാൻ പറഞ്ഞു. തങ്കം, നീ അവളോട് പോയി പറഞ്ഞിട്ട് അത് അവനെ വിളിക്ക്. എനിക്ക് ദേഷ്യം വന്നിട്ടോ. അവന്റെ വണ്ടി വന്നു. Alien versus Alien.